എസ് എ ഭാഷ തീവ്രവാദിയോ സ്വാതന്ത്ര്യ സമര പോരാളിയോ? കോയമ്പത്തൂർ ബോംബ് സ്ഫോടന പരമ്പരയുടെ പിന്നാമ്പുറം. തീവ്രവാദികൾ എഴുതിയ ഭയാനകമായ ചരിത്ര വഴിയിലൂടെ. പരോളിലിരിക്കെ 2024 ഡിസംബർ 16 സ്വകാര്യ ഹോസ്പിറ്റലിൽ വെച്ച് മരണപ്പെട്ട എസ് എ ഭാഷ എന്ന 85-കാരനായ തീവ്രവാദിയുടെ ശരീരം പൊതുദർശനത്തിന് വെച്ചിരുന്നു. ആയിരക്കണക്കിന് ആളുകളാണ് ദുഃഖം അറിയിച്ച് എത്തിക്കൊണ്ടിരുന്നത്. മീഡിയയിലും ചിലർ അലമുറയിട്ട് കരയുന്നത് കണ്ടു. എന്തിനു വേണ്ടിയെന്ന് എനിക്ക് മനസ്സിലായില്ല. ചില സോഷ്യൽ മീഡിയ പ്രസ്താവനകളും ഈ വീഡിയോയ്ക്ക് പ്രചോദനമായിട്ടുണ്ട്. 1998 ഫെബ്രുവരി 14 ശനിയാഴ്ച ദിവസം ഇന്ത്യ ഒന്നടങ്കം വിറപ്പിച്ചുകൊണ്ടാണ് കോയമ്പത്തൂർ ബോംബ് സ്ഫോടന പരമ്പര മരണമൊഴി മുഴക്കുന്നത്. 12 കിലോമീറ്റർ ചുറ്റളവിൽ 11 സ്ഥലങ്ങളിലായി നടന്ന 12 ബോംബ് ആക്രമണങ്ങളിൽ 58 പേർ കൊല്ലപ്പെടുകയും 200-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഉപയോഗിച്ച സ്ഫോടക വസ്തുക്കൾ ടൈമർ ഉപകരണങ്ങൾ ഘടിപ്പിച്ച് സജീവമാക്കിയ ജലാറ്റിൻ സ്റ്റിക്കുകളാണ്. കാറിൽ, ബൈക്കിൽ, സൈക്കിളുകളിൽ, ഇരുചക്ര വാഹനങ്ങളുടെ സൈഡ് ബോക്സുകളിൽ, റെക്സിൻ ബാഗുകളിൽ, ഫ്രൂട്ട് കാർഡുകൾ എന്നിവയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു. പൊട്ടിത്തെറിക്കുന്നതിൽ പരാജയപ്പെട്ട നിരവധി ബോംബുകൾ ആർമി, നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്സ്, തമിഴ്നാട് കമാൻഡോ ബോംബ് സ്ക്വാഡുകൾ നിർവീര്യമാക്കി. കേസിൻ്റെ വിചാരണയിലേക്ക് വരാം. 2002 മാർച്ച് 7 ആരംഭിച്ചു 1300 സാക്ഷികളെ വിസ്തീരിച്ച് 1998 ഫെബ്രുവരി 14 അവിടെ തുടർച്ചയായി സ്ഫോടന പരമ്പരകൾ നടത്താനുള്ള ക്രിമിനൽ ഗൂഢാലോചന നടത്തിയതിന് സ്ഫോടനത്തിൻ്റെ മുഖ്യ സൂത്രധാരനായ എസ് എ ഭാഷ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും മറ്റ് 12 പേർക്കൊപ്പം ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെടുകയും ചെയ്തു. 2002 സെപ്റ്റംബറിൽ സ്ഫോടനങ്ങളിൽ പങ്കുള്ളതായി സംശയിക്കുന്ന ഇമാമലയും മറ്റ് 4 പേരും ബാംഗ്ലൂരിൽ പോലീസ് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു. പ്ലാറ്റ്ഫോം വെണ്ടർമാർ റിപ്പോർട്ട് ചെയ്ത നഷ്ടം നിരവധി കോടിയായിരുന്നു. എന്നാൽ സംസ്ഥാന സർക്കാർ ഇരകൾക്ക് 4.92 കോടി രൂപ നഷ്ടപരിഹാരം നൽകി. ഓരോ ഇരയ്ക്കും പരമാവധി 1 ലക്ഷം എന്ന വ്യക്തിഗത പരിധി നിശ്ചയിച്ചു. ഈ സംഭവങ്ങൾക്ക് പുറമെ 1998 ട്രിച്ചിയിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ ഗ്രാനേഡ് ആക്രമണം പോലുള്ള വിവിധ സംഭവങ്ങളിലൂടെയും മതമൗലികവാദികൾ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. കോയമ്പത്തൂർ ഉക്കടം പോലീസ് സ്റ്റേഷന് നേരെ പെട്രോൾ ബോംബ് ആക്രമണം, ചെന്നൈയിലെ വേപ്പേരിയിലും തമ്പാരത്തിലെയും സബർബൻ പ്രദേശങ്ങളിൽ സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തു. കോയമ്പത്തൂർ ബോംബ് സ്ഫോടനത്തിന് ഒരാഴ്ച മുമ്പ് നാഗൂരിൽ പാഴ്സൽ ബോംബ് സ്ഫോടനം. കോയമ്പത്തൂരിലെ പോലീസ് സ്റ്റേഷനിലേക്ക് സൈനൈഡുമായി മധുരപലഹാരങ്ങളും അയച്ചു. 1998 ഫെബ്രുവരി 8 തഞ്ചാവൂരിനടുത്തുള്ള സായിമംഗലത്തെ മുഹമ്മദിയാദ് മില്ലിൽ നിന്ന് വൻ ആയുധശേഖരവും വെടിക്കോപ്പുകളും പിടിച്ചെടുത്തത് വരാനിരിക്കുന്ന കാര്യങ്ങളുടെ സൂചനയായിരുന്നു. വാസ്തവത്തിൽ 1990-നും 1998 ഫെബ്രുവരി 14 ഇടയിൽ കോയമ്പത്തൂർ ഒഴികെയുള്ള ജില്ലകളിലും നഗരങ്ങളിലും 34 പ്രധാന മതമൗലിക ആക്രമണ കേസുകൾ ഉണ്ടായിട്ടുണ്ട്. അതന്ന് കോയമ്പത്തൂർ നടന്ന പരമ്പര ബോംബ് സ്ഫോടനങ്ങളുടെ പശ്ചാത്തലമാണ്. ഇത്രയും പേരുടെ സ്വത്തിനും ജീവനും ആപത്താകുകയും താലിബാൻ മോഡൽ ബോംബാക്രമണം നടത്തുകയും ചെയ്ത് നാടിനെ വിറപ്പിച്ച് ഗവൺമെൻറ്റിനെതിരെ തിരിഞ്ഞ അൽ ഉമ്മ എന്ന തീവ്രവാദ സംഘടനയുടെ തലവനായ ഭാഷ മരിച്ചപ്പോൾ ഇത്രയേറെ ജനങ്ങൾ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിൽ വരുന്ന തലമുറ വലിയ ആക്രമണങ്ങൾ നേരിടാൻ സജ്ജരാവേണ്ടതാണ്. എന്നുള്ള വീഡിയോകൾക്ക് നിങ്ങളുടെ ഓരോ വ്യക്തികളുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു.